അന്വേഷണങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. നാളെ ഇപ്പോൾ കോടതി തന്നെ നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ എത്തുകയാണ്. അവിടെ എത്തുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ഈ കണക്കെടുപ്പ് നടത്താനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിനാണ് നേതൃത്വം നൽകുക. പക്ഷേ അതേസമയം അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നൽകുകയില്ല. അത്രത്തോളം രഹസ്യ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അറിയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ തെരുവിലാകെ പ്രതിഷേധങ്ങളുമാണല്ലോ. എങ്ങനെയാണ് ഇനി പ്രതിഷേധങ്ങൾ പ്രതിപക്ഷവും BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രസാദ്, ഗുഡ് മോർണിംഗ് സ്മൃതി. ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഏറെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കടന്നുപോകുന്നത്. ശ്യാമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ വരുന്നതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ചിത്രം ഹൈക്കോടതിക്ക് കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് KT ശങ്കരൻ നാളെ സന്നിധാനത്തേക്കെത്തും. 2 ദിവസം സന്നിധാനത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സന്നിധാനത്ത് കൂടാതെ ആറന്മുളയിലെ സ്ട്രോങ് റൂമും പരിശോധിക്കും. ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമാണത്. എത്രത്തോളം സ്വർണ്ണമുണ്ട്, എത്രത്തോളം ചെമ്പുണ്ട്, എത്രത്തോളം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് എന്നതിൻ്റെ എല്ലാം കൃത്യമായ കണക്കെടുപ്പ് ജസ്റ്റിസ് KT ശങ്കരൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയ മുൻകരുതലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ഹൈക്കോടതി വളരെ കൃത്യമായാണ് വിഷയത്തിൽ ഇടപെട്ടത്, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇടപെട്ടത്. അതിശക്തമായ വിമർശനമാണ് പല ഘട്ടങ്ങളിലും ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജസ്റ്റിസ് KT ശങ്കരൻ്റെ സന്ദർശനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി SIT ഇനിയിപ്പോൾ ഇന്നലെ തന്നെ യോഗം ചേർന്നിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നമുക്കറിയാവുന്നതുപോലെ ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണ്. കാരണം ദേവസ്വം വിജിലൻസ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിൻ്റെ ചിത്രം ഏതാണ്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് FIR രജിസ്റ്റർ ചെയ്ത് ഇവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പമ്പ പോലീസ് സ്റ്റേഷനിലായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക. കാരണം സന്നിധാനത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന നിലയിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിൽ സ്വാഭാവികമായി നമ്മൾ കരുതുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിലെ പ്രധാനപ്പെട്ട പ്രതിയാകും. നിലവിൽ ആരോപണ വിധേയരായ ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉദ്യോഗസ്ഥരെല്ലാം പ്രതിയാകും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അന്ന് ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ ഈ പ്രതിപട്ടികയിലേക്ക് വരുമോ എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. അതായത് ടീം ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെ എന്നുള്ളതാണല്ലോ പ്രസാദ് ഇനി അറിയേണ്ടത്. അത് പ്രധാനമാണ്. കാരണം ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം മന്ത്രി, ഇവർക്കൊന്നും തന്നെ ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2019 മുതൽ 2025 വരെയുള്ള വീഴ്ചകളുടെ കണക്കെടുപ്പാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നൽകിയ ഉത്തരവിൽ അക്കാര്യങ്ങളൊക്കെ അക്കമിട്ട് പറയുന്നുമുണ്ട്. പക്ഷേ 2025 എന്തിന് പ്രതിഷേധം എന്നുള്ളതാണ് ഭരണപക്ഷം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ നടന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ പ്രസാദ്. അതുതന്നെയാണ് സ്മൃതി. ഇതിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മാത്രം വിചാരിച്ചാൽ അവിടെ നിന്ന് സ്വർണം ചെമ്പാക്കാൻ പറ്റുന്ന ചപ്പടി വിദ്യക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ളത് ഈ പറയുന്ന ബോർഡിൻ്റെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് നടന്നിട്ടാണ് ഇത് നടന്നത് എന്നതാണ്. ഇതിലൊരു പ്രശ്നമുള്ളത് ഇവർക്കുണ്ടായ അമിത ആത്മവിശ്വാസമാണ് എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്മൃതി, 2019 ജൂലൈ മാസം 19-ാം തീയതി അവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ 14 പാളികൾ എടുത്തുകൊണ്ടുപോകുന്നു. മഹസറിൽ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോയി അതിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നു. 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പാണ് അത് വീണ്ടും അവിടേക്ക് സ്വർണം പൂശി കൊണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഇതാരും അറിയാനുള്ള സാധ്യതയില്ല. ആരും അറിയില്ല എന്ന് കരുതിയിട്ടായിരിക്കും ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക. അതിനൊരു അപകടം കൂടിയുണ്ട് സ്മൃതി. ഇത് 2019 ജൂലൈയിൽ മാത്രമല്ല സംഭവിച്ചിട്ടുണ്ടാവുക, അതിനു മുമ്പും അതിനുശേഷവും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്നവർ ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇത് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ഒതുങ്ങില്ല. ഇനിയിപ്പോൾ LDF സർക്കാർ നേതൃത്വം നൽകുന്ന പോലീസ് ഇത് അന്വേഷിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും തുടർ നീക്കം എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴും മറുഭാഗത്ത് കോടതിയുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ സർക്കാരിന് ഇടപെടാനാകില്ല എന്നുള്ള കാര്യം കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളകളിൽ പെട്ടെന്ന് ഇങ്ങനെ സ്വർണം നിറം മങ്ങുന്ന ഒരു
ചെപ്പടി വിദ്യയാണ് നമ്മളിപ്പോൾ ശബരിമലയിൽ കണ്ടത്. 6 വർഷത്തിന്റെ ഇടവേളയിൽ എങ്ങനെ സ്വർണം മങ്ങിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ പലതവണയായി കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ അറിയാത്ത സമയത്തും കൊണ്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിലേക്കൊക്കെയാണ് SITക്ക് ഇനി നീങ്ങാനുള്ളത്. ആരൊക്കെയാകും പ്രതിപ്പട്ടികയിൽ വരിക എന്ന് നമുക്ക് കാത്തിരിക്കാം. ശ്യാം ദേവരാജും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.